ചേച്ചി മോളെ, ഒരു കോമാളിയാവാൻ ഇനിയും ഞാൻ ഒരുങ്ങിക്കെട്ടി നിൽക്കണോ? എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞാലും പിന്നെയും ജാതകദോഷം എന്ന കീറാമുട്ടി എനിക്ക് മടുത്തു. എന്താ ചേച്ചി ഇങ്ങനെ? ചേച്ചി ഇങ്ങനെ തളരാൻ പാടുണ്ടോ? ഭഗവാൻ ഇഷ്ടമുള്ളവരെ കൂടുതൽ പരീക്ഷിക്കാന്നല്ലേ പറയാറ്? ചേച്ചിയുടെ പരീക്ഷണ ഘട്ടം കഴിഞ്ഞു. ചേച്ചി മുഖം കഴുകിയിട്ട് ഒരുങ്ങാൻ നോക്ക്. ഞാനിപ്പോ മോളുടെ ഭാവിക്ക് ഒരു വെളിങ്ങുതടിയായല്ലേ? മോള് പറയുന്ന വേഷം ഞാൻ കേട്ട ഇനി ഈ സാരി ഉടുക്കണം. സ്റ്റീവൻ നീതി പാലിക്കുക. ഞങ്ങൾക്കുള്ള ഭൂമി പട്ടയം ഉറപ്പാക്കുക. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി പട്ടയം ഉറപ്പാക്കുക. ഞങ്ങളുടെ ഭൂമി പട്ടയം ഉറപ്പാക്കുക. വേണ്ട, അക്രമം കാട്ടരുത്. നമ്മൾ അഹിംസയിൽ വിശ്വസിക്കുന്നവരാണ്. സമാധാനപരമായി പ്രതിഷേധിക്കുക. സർ, നിങ്ങൾ മുൻ എം.എൽ.എ. കരുണാകരക്കുറുപ്പിന്റെ മകനാണല്ലോ. അതെ. സിറ്റിംഗ് എം.എൽ.എ. സ്റ്റീഫന്റെ സ്ഥാപനത്തിന് മുന്നിൽ ഇവരെയെല്ലാം കൂട്ടുപിടിച്ച് ഒരു പ്രതിഷേധ സമരം നടത്താനുണ്ടായ കാരണത്തെക്കുറിച്ച് വിശദീകരിക്കാമോ? വിശദീകരിക്കാം. ആ തൊഴിലാളികളുടെ കിടപ്പാടത്തിന് സ്വന്തം പേരിൽ പട്ടയം നൽകാമെന്ന വാഗ്ദാനത്തിലാണ് സ്റ്റീഫൻ ജയിച്ച് എം.എൽ.എ. ആയത്. എം.എൽ.എ. വാക്ക് പാലിച്ചില്ല. ജഗന്റെ ആരോപണത്തെ ഞാൻ തീർത്തും നിഷേധിക്കുന്നു. ആ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന 1000 തവണ വാക്കുകൊടുത്ത് അവരെ ചതിച്ചത് മുൻ എം.എൽ.എ. കരുണാകരക്കുറുപ്പാണ്. ചതിയനും വഞ്ചകനുമായ കുറുപ്പിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പം മകൻ രംഗത്ത് വന്നിരിക്കുന്നത്. നന്ദു, അവിടെ കാര്യങ്ങളൊക്കെ എത്രത്തോളമായി? ജഗന്റെ നേതൃത്വത്തില് സമരം പൊടി പൊടിക്കാണ് സാർ. എങ്കിലേ നിന്നെ ഏൽപ്പിച്ച പണി നീ തുടങ്ങിക്കോ. സാർ, ജഗൻ സാറിന്റെ മകനാണ്. ബന്ധം ഓർപ്പിക്കാനൊന്നും അല്ല നിന്നെ വിട്ടിരിക്കുന്നത്. മര്യാദയ്ക്ക് ഏൽപ്പിച്ച പണി നീ ചെയ്. ശരി സാർ. ആ, തുടങ്ങിക്കോ.
MLA സ്റ്റീഫന്റെ പൊള്ളയായ ആരോപണങ്ങളെ പൊളിച്ചടുക്കിയ ജഗനെ സ്റ്റീഫന്റെ ഗുണ്ടകൾ മാരകമായി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. സ്റ്റീഫന്റെ സ്ഥാപനങ്ങൾക്കും പരിസരത്തുമെല്ലാം സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അമ്മേ പതുക്കെ. സ്വന്തം മകനെ കുരുതി കൊടുത്തിട്ട് വേണോ സമരം ജയിക്കാൻ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നിന്റെ അഭിപ്രായം വേണ്ട. ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയുന്നതല്ല, ഒരു പെറ്റതള്ളയുടെ വാക്കുകളാ. എന്റെ കുഞ്ഞിന് ഈ രാഷ്ട്രീയ ഉദ്യോഗം വേണ്ട. അച്ഛ, ഒരു സമരം അട്ടിമറിക്കാനുള്ള ജഗന്റെ കഴിവ് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അച്ഛൻ പുലിയാണെങ്കിൽ മകൻ സിംഹാണെന്നൊക്കെ ആരും ഇടയ്ക്ക് വിളിച്ചു പറയുന്ന കേട്ടു. ഈ സമരത്തോടെ സ്റ്റീഫൻ വാക്കു പാലിക്കാത്തവനും അത് ചോദ്യം ചെയ്യാൻ വരുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന ഗുണ്ടയുമാണെന്ന് ആൾക്കാർക്കൊക്കെ ബോധ്യപ്പെട്ടു. ഇനി ചാനലും പത്രങ്ങളും തുവച്ചലക്കിക്കോളും. മോനെ, അമ്മയ്ക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. ഇതൊന്നും നമുക്ക് വേണ്ടടാ. അവളതൊക്കെ പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട. ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ പിടിച്ചു നിൽക്കും, രാക്ഷസ ബുദ്ധിയുള്ളവൻ പിടിച്ച് പിടിച്ച് കേറിപ്പോകും. രണ്ടാമത് പറഞ്ഞ രാക്ഷസ ബുദ്ധിയാണ് നിനക്ക്. നിന്റെ ജാതകത്തിലും രാജാവിന്റെ യോഗമാണ്. യഥാർത്ഥത്തിൽ എന്നായാലും ആ തൊഴിലാളികൾക്ക് പട്ടയം പതിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഈ ഒരു സമരം തന്നെ എൻ്റെ മകന്റെ ബുദ്ധിയിൽ ഉദിച്ചു വന്നതാ. എന്തായാലും സ്റ്റീഫൻ ഇതിൽ തകർന്നടിഞ്ഞിട്ടുണ്ടാവും. ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ വക ഒരു സമ്മാനം, ഈ ഒടിവും ചതവും. മോന് അതിന്റെ പിന്നിൽ സ്റ്റീഫനാണെന്ന് കരുതിയല്ലയോ? അവിടെയാണ് അച്ഛന് തെറ്റിയത്. എന്നെ തല്ലുന്നവരുടെ കൂട്ടത്തിൽ എന്റെ ഫ്രണ്ട് നന്ദയെ കണ്ടപ്പോ ഇതിന്റെ പിന്നിൽ അച്ഛൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. മോന് അച്ഛനോട് അതുകൊണ്ടെന്തെങ്കിലും? അച്ഛാ, ഇതെല്ലാം രാഷ്ട്രീയമാണെന്ന് എനിക്കറിയാം. എനിക്ക് അച്ഛനോട് ഒരു പരാതിയില്ല. ഗുരുവായൂരപ്പ ഒന്ന് മാറിക്കേ എന്റെ മുത്തേ. കുഴപ്പമൊന്നുമില്ലല്ലോടാ. ഇതൊന്നും ഞാൻ ഊഹിച്ചത് പോലുമില്ല. ഇതൊന്നും മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഈ ജന്മത്തെ നിനക്ക് സാധിക്കത്തില്ല. ഇത് രാഷ്ട്രീയമാണ്. കുറുക്കന്റെ ബുദ്ധി വേണോ അതിന്? നീ കളം വിടരുത്. ജഗന്റെ അനുയായി കൂടെ കൂടിക്കോ. മരണം വരെ ജോലിക്കും വേലയ്ക്കും ഒന്നും പോകാതെ സുഖമായിട്ട് ജീവിക്കാം. സുന്ദരിക്കുട്ടിയെ കണ്ട ഇഷ്ടപ്പെടാത്തത് ആർക്കാ? ചേച്ചി നോക്കിക്കോ, ഇത്രയും നാളും തീ തീറ്റിച്ച ദൈവം പുതിയൊരു ജീവിതത്തിന്റെ മധുരക്കനെയായിരിക്കും ഇനി വെച്ച് നീട്ടുന്നത്. മോളെ, ഇത് ചേച്ചിയുടെ ആദ്യത്തെ കല്യാണാലോചനയല്ല. ഒരുപാട് പേര് വന്ന് കണ്ടിട്ട് പോയതാ.
മോള് റെഡിയായോ? മോള് പറഞ്ഞതൊക്കെ അമ്മ കേട്ടു. ഇത്തവണ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ചെറുക്കൻ കൂട്ടരോട് ജാതകത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് വേണം കൊണ്ടുവരാനെന്ന് ബ്രോക്കർ ഗംഗാധരനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ട് വരുന്ന പാർട്ടി ആയതുകൊണ്ട് ഇത്തവണ എന്തായാലും ഇത് നടക്കും. ചന്ദ്രികേ, ആ ദേ അച്ഛൻ വിളിക്കുന്നു, പെട്ടെന്ന് റെഡിയാവ്. ചിലപ്പോ അവര് വന്നിട്ടുണ്ടാവും. മോള് റെഡിയാവ്. ചന്ദ്രികേ, ആ വരൂ, ഇരിക്കും. അല്ല കുഴപ്പമില്ല. ഞാൻ കരുതി ഗംഗാധരൻ അവരുടെ കൂടെ വരുള്ളൂ എന്ന്. അവര് എപ്പോ എത്തും ഗംഗാധര? ഇല്ല മാധവ, പയ്യന്റെ കൂട്ടർ വരില്ല. പെണ്ണ് കാണാൻ അവരെല്ലാരും കൂടി രാവിലെ ഇവിടേക്ക് വരുമെന്നല്ലേ ഗംഗാധരൻ പറഞ്ഞിരുന്നത്? പിന്നെന്തു പറ്റി? ഇന്ന് രാവിലെ വരെ വരുമെന്ന് അവര് പറഞ്ഞിരുന്നത്. ഇത്ര നേരമായിട്ടും അവരെന്നെ ബന്ധപ്പെടാതിരുന്നപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയായിരുന്നു. അപ്പോഴാ വരുന്നില്ലെന്ന് അറിയിച്ചത്. അല്ലേലും ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. കാര്യങ്ങളൊക്കെ അവരോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ, പിന്നെ എന്തിനാ അവരങ്ങനെ കാണിച്ച്? അത് ആദ്യം പയ്യൻ വന്ന് പെണ്ണിനെ കാണട്ടെന്ന് കരുതി. പയ്യന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ ഈ ജാതകദോഷമൊന്നും അത്ര കാര്യമായിട്ട് എടുക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും പറഞ്ഞില്ല. ഇതിനിടയിൽ ആരോ കേറി ഇല്ലാത്തതൊക്കെ പറഞ്ഞ് പാര വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ കാര്യങ്ങളൊക്കെ പറയാമായിരുന്നില്ലേ ഗംഗാധര? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? പെണ്ണിന് ഭർത്താവ് വാഴില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിൽ കല്യാണാലോചനയ്ക്ക് കയറി ചെല്ലാൻ പറ്റുമോ? പെണ്ണിന്റെ ജാതകദോഷമൊക്കെ ഞാൻ നേരത്തെ വിളമ്പി കൊടുത്തിരുന്നെങ്കിൽ ഇതിനു മുമ്പ് കല്യാണം ആലോചിച്ചു വന്ന പയ്യന്മാരെ പോലെ ഈ പയ്യനും മടങ്ങിപ്പോയില്ലേ? സ്വന്തം മകളുടെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് മറ്റുള്ളവരെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? താൻ എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നേ? എന്റെ പെങ്ങൾക്ക് ജാതകദോഷമുണ്ടെങ്കിലേ അതിന്റെ എല്ലാ പരിഹാരങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്, അത് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. ജാതകദോഷം അത്രേ, ജാതകദോഷം. വന്ദന ചേച്ചിക്ക് പറ്റിയൊരു പയ്യനെ കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തതേ ബ്രോക്കറായ നിങ്ങളുടെ കഴിവുകേടാ. അത് തുറന്ന് സമ്മതിക്കാനുള്ള മാന്യത ആദ്യം കാണിക്കേണ്ടത്. അല്ലാതെ മനോജേ, ഇതിനു മുമ്പ് എത്രയോ പയ്യന്മാര് വന്നു കണ്ടു. ആർക്കെങ്കിലും ഇവിടുത്തെ കുട്ടിയെ ഇഷ്ടപ്പെട്ടോ? ഓരോരുത്തരുടെ കയ്യും കാലും പിടിച്ചാ ഞാൻ ഇവിടേക്ക് കല്യാണാലോചന കൊണ്ടുവരുന്നത്. എന്നിട്ട് എന്റെ തലയിൽ പഴിയായിരുന്നു. മാധവൻ നായരെ, ദയവ് ചെയ്ത് ഈ ഒരു കല്യാണാലോചനയിൽ എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഈ ജന്മത്ത് നിങ്ങളുടെ മകൾക്ക് കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല.
മതി. ഞങ്ങളുടെ പെങ്ങൾക്ക് പയ്യനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കും. ബ്രോക്കറുടെ ആവശ്യമൊന്നുമില്ല. എടോ, എത്ര കാലമായിട്ട് എന്റെ അനിയത്തിയുടെ വിവാഹാലോചനയുടെ പേരിൽ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് താൻ പണം പറ്റുന്നത്? അതെ, തനിക്ക് ഈ പണി അറിയാൻ മേലെ താൻ അത് പറഞ്ഞാ മതി. മനോജിനൊപ്പം മതിലി ചാടിക്കയറി വന്ന പെണ്ണെന്ന് തന്റെ ഭാര്യയെ കുറിച്ച് ഈ നാട് മുഴുവൻ ഒരു സംസാരമുണ്ട്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ജാതക പൊരുത്തം ഉണ്ടെങ്കിൽ പോലും ഈ വീട്ടിലെ പെങ്കൊച്ചിനെ കെട്ടാൻ ഒരു പയ്യന്മാരും വരില്ല. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. നിർത്തുന്നുണ്ടോ എല്ലാരും? എല്ലാരും കൂടി ഇവിടെ കിടന്നിങ്ങനെ വഴക്കടിച്ചാലേ നെഞ്ചു പൊട്ടി പോകുന്നത് ഒരു പാവം പെണ്ണിനാ. ഓഫീസിലേക്ക് പോവാം. എല്ലാം ശരിയാവും മോളെ. ചിലതൊക്കെ ദൈവം തലയിൽ എഴുതുന്നതാ. അത് മാറ്റാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ എല്ലാവരും കൂടി എനിക്കൊരു സഹായം ചെയ്തെന്നാ മതി. എനിക്ക് വേണ്ടി ഇനി കല്യാണം ആലോചിക്കരുത്. പെണ്ണിന് ഭർത്താവ് വാഴില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിൽ കല്യാണാലോചനയ്ക്ക് കയറി ചെല്ലാൻ പറ്റുമോ? ഈ ജന്മത്ത് നിങ്ങളുടെ മകൾക്ക് കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തിനാ ദൈവങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആർക്കും ഒരു ദോഷം ചെയ്യാത്തവളല്ല എന്റെ വന്ദന മോള്. ഈ പാപയുടെ വയറ്റിൽ പറഞ്ഞതാണ് എന്റെ മോള് ചെയ്ത പാപം. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ആരോടും ഒരു പരിഭവം ഇല്ലാതെ നിൽക്കുന്ന എന്റെ മോളുടെ മുഖം കാണുമ്പോ ഈ ചങ്ക് പേടയ. എന്റെ കുഞ്ഞൊന്ന് പൊട്ടിക്കറിയാത്തത് ഈ അമ്മ അച്ഛന് വിഷമിക്കുമെന്ന് കരുതിയ. പയ്യ അടുത്തെനിക്ക് ഇനി എനിക്ക് ജീവിക്കണ്ട.